ഹലോ, വെൽക്കം. നമ്മളിന്ന് ഫുജൈറയിൽ മാംഗ്രോവ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. കൽബയിലോട്ട് പോവുകയാണ്. നല്ല സീനറിയാണ് അവിടെ, നല്ല രണ്ട് സൈഡിൽ. നമുക്കറിയാം ഫുജൈറ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫുള്ള് മലകളാണല്ലേ. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൽബ മാംഗ്രോവ് സെൻട്രൽ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടു, അവിടെ ഒരുപാട് കടൽ കിളികളുണ്ടെന്നും മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഇതേ ഒരു ഡെസേർട്ടായിട്ടുള്ളൊരു പ്ലേസ് അല്ലെങ്കിൽ മലകളുള്ള പ്ലേസിലൊരു മാംഗ്രോവ് ഫോറസ്റ്റ് അവരെങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പാർക്കിങ് നമുക്ക് 3 വട്ടം കറങ്ങിയതിന് ശേഷം പാർക്കിങ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ അവിടെ ഒരു വണ്ടി വന്ന് ആ വണ്ടിയിൽ കയറി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു പാലത്തിൽ കൂടെയാണ് പോകുന്നത്. പാലത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ വാട്ടർ ബോഡീസ് ഉണ്ട്. നോക്ക് എന്ത് ഭംഗിയല്ലേ കാണാൻ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യം, അമ്മേ നമ്മൾ സൂവിൽ പോയി ചുമ്മാ മൃഗങ്ങളെ കാണുന്ന പോലല്ല, നല്ല രസമുണ്ട് എന്ന്, എനിക്ക് നടക്കാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് അവരിവിടെ വണ്ടി നമുക്കിവിടെ ഇറക്കി തന്നു. ഇവിടെ ഇറക്കിയിട്ട് നമ്മളോട് പറഞ്ഞു ഫസ്റ്റ് ഈ ഒരു ഇതിൽ കയറാൻ പറഞ്ഞു. അവിടെ കയറി അവിടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. എന്ത് രസമാണെന്നറിയാം ഇങ്ങനെ ഇതിന് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നമ്മൾ വേറെ ആരുടെയിലൊക്കെ വീഡിയോസിനകത്ത് ഫേസസൊക്കെ നല്ലതായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ, കാരണം അവിടെ നിന്ന് കുറച്ച് ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചാർജ് 12 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്, ബാക്കിയുള്ളവർക്ക് 15 ആണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് അവിടെ സെക്യൂരിറ്റിയുടെ കൊടുത്ത് സീൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്തൊരു റൂമിനകത്ത് കയറിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഈ ഒരു അക്വേറിയമാണ്. അതിനകത്ത് ഒരുപാട് കുഞ്ഞു മീനുകളുണ്ട്, അതുപോലെ കൊഞ്ചുണ്ട്, താഴെയൊക്കെ കൊഞ്ച് നടപ്പുണ്ട്. ഇതാണ് ആ ഒരു ഇത്. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ റൗണ്ടിൽ നമുക്ക് എന്തൊക്കെയാണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കുറേ മീനുകളെ, കുഞ്ഞു മീനുകളെയും ഇതും കൊഞ്ചും ഒക്കെ കിടക്കുന്നത് കണ്ടതിൽ കേട്ടോ. കൊഞ്ച് താഴെ കൂടെ നടന്നു പോകുന്നുണ്ട്, കുഞ്ഞു കൊഞ്ച്. നല്ല ഭംഗിയുണ്ടല്ലേ കൊഞ്ച് നടക്കുന്ന കാണാൻ. അവിടുന്ന് നെക്സ്റ്റ് ഇവിടോട്ട് വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ഞണ്ടിരിക്കുന്നു. പിന്നെ അതിനകത്തുള്ളത് വേറെ കുഞ്ഞു മീനുകളായിരുന്നു. മോളാൻ ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് അവിടെ അവർ ഗ്ലാസ്സിലൊന്നും തൊടരുതെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് തന്നെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. കണ്ടോ കുഞ്ഞു മീനുകളെടുത്തത്. ഇതിനകത്തും ഞണ്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 3-4 ഞണ്ട് തറയിലൊക്കെ കിടപ്പുണ്ട്. ഞാൻ കണ്ടില്ലായിരുന്നു, മോളാണ് ഞണ്ടിനെയൊക്കെ വിളിച്ച് കാണിച്ചത്. അത് കഴിഞ്ഞ് അതൊരു 3D ആണ്. ഞണ്ടിനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. പിന്നെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ലിസാർഡിൻ്റെ ആയിരുന്നു. പിന്നെ ഇത് അവിടെ എഴുതിയേക്കുന്ന ഹാലോഫൈറ്റ്സ് ഒരു 4 ബോട്ടിൽ ഹാലോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതവിടെ ഉണ്ടായിരുന്ന ഷെല്ലാണ്. 3D ആയിട്ട് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കിയാൽ സൂം ചെയ്ത് കാണാൻ പറ്റും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷെൽസ് കാണാനായിട്ട് പറ്റും. ഷെൽസായിരുന്നു അതിലുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മളൊരു ഇരുണ്ട റൂമിലോട്ടാണ് കയറിയത്. ഭയങ്കര ഇരുട്ടായിരുന്നു. ആ ഒരു ഇരുണ്ട റൂമിലോട്ട് കയറി കഴിഞ്ഞ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് സീ ഉർച്ചിൻസാണ്. സീ ഉർച്ചിൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഇരുന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ടത്. ഇതെല്ലാം മൂവ് ചെയ്യുന്ന ഉണ്ടായിരുന്നു, നല്ലതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു ഇതെല്ലാം. സ്റ്റാർ ഫിഷ് ഉണ്ട്.
കണ്ടത് മൂവ് ചെയ്യുന്നത് കണ്ടോ? ചെറുതായിട്ട് അതിൻ്റെ ഇതെല്ലാം ഇട്ടത് അനക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ അവിടെ പോയി നിന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ യു എയിലുള്ളവരായാലും ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. കൽബയിലെ ഈ ഒരു മാംഗ്രോവ് ഫോറസ്റ്റ് നല്ല വർത്താണ്. പിന്നെ നമ്മൾ ഒരുപാട് നാട്ടിലെ പോലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് മാംഗ്രോവ് ഒക്കെ, കാരണം അവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി വേണം നമ്മൾ പോകാൻ. നിങ്ങൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് എന്ത് ഭംഗിയാണ് അറിയുന്നത്. ഇതിൻ്റെ കണ്ണ് നല്ല ഓറഞ്ച് കളർ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, അടിപൊളിയായിട്ട്. കണ്ടത് മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങേ അറ്റത്തുള്ളതും അത് മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടത് പയ്യെ പയ്യെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് മൂവ് ചെയ്ത്. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നത് ഇതാണ്. കണ്ടോ എന്ത് ഭംഗിയുണ്ട്. ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു അതിനകത്തിൽ. നല്ല ക്ലിയർ വാട്ടറാണ്, അതിനകത്തൊരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ അതേപോലെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇനി അതിൻ്റെ തൊട്ട് അതിനോട് ചേർന്നിട്ടുള്ള ഒരു അത് തന്നെയാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു വിൻഡോയാണ്, അതും ഇത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ വലിയ ഫിഷസാണുള്ളത്, മറ്റേതിൻ്റെ അത്രയും കൺജസ്റ്റഡ് അല്ല. നമുക്ക് ഏഞ്ചൽസ് ഉണ്ട്, പാരറ്റ് ഉണ്ട്. എൻ്റെ സൈഡിലൊക്കെ കുറേ ഏതൊക്കെയോ മീനൊക്കെ എൻ്റെ സൈഡിലൊക്കെ കയറിയിരിപ്പുണ്ട്. എൻ്റെ താഴെ ഒരു മീൻ കിടപ്പുണ്ട്. താഴെ കിടന്ന മീൻ എന്ത് ഭംഗിയായാലും ഇതൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ്. നമ്മളവിടെ പോയി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻസ് എല്ലാം നമ്മൾ മറക്കും. ഒരാൾ പമ്മി ഇരിപ്പുണ്ട്. നമുക്ക് എന്ത് ഭംഗിയല്ലേ മീൻ പോകുന്നത്. പിന്നെ ഇത് നമ്മൾ ഓരോ ഗ്ലാസ് വെച്ചിട്ട് റൗണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഫോസിൽസാണ്, ഓരോന്നിൻ്റെ ഫോസിൽസാണ്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായില്ലേ, ചിലതിനകത്ത് ഇല്ല ബ്ലാക്ക് കിടക്കുന്നു. പിന്നെയാണ് ലൈറ്റ്, അതിൻ്റെ താഴെ ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അത് ബട്ടൺസെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അതിനകത്ത് ലൈറ്റ് കത്തി നമുക്കത് കാണാൻ പറ്റും. ഇത് ഷെല്ലാണ്, ഷെല്ലിൻ്റെ സ്കെൽറ്റനാണ്. അടുത്തത് ഷെല്ലാണ്. പക്ഷെ അവരെ ബട്ടൺ ഓപ്പൺ പ്രസ് ചെയ്യണമെന്നൊന്നും അവർ എഴുതി വെച്ചുകൊണ്ട് കുറേ പേർക്കത് മിസ്സായി. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയാണ്. വേണ്ടത് എക്കോ സ്കെൽറ്റനാണ്, ക്രാബിൻ്റെ. ഇതും ക്രാബിൻ്റെ എക്കോ സ്കെൽറ്റനാണ്. ഇതും സ്കെലിറ്റനാണ്. അതെന്തിൻ്റെ ആയിരുന്നു? ഓക്കെ, ട്രങ്കാണ്, ഷാർക്കിൻ്റെ ട്രങ്കാണത്.
ഇതും സ്കെലിറ്റലാണ്. ഇത് മറ്റേ സീ യുർച്ചിനില്ലേ നമ്മൾ കണ്ട ആദ്യം കണ്ട അതിൻ്റെ സീ യുർച്ചിൻ്റെ സ്കെലിറ്റലാണത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവിടെ ഒരു 2-3 മീൻ കിടപ്പുണ്ടായിരുന്നു, ഈ ഒരു ടൈപ്പ്. അവിടെ നമ്മൾ വെളിയിലിറങ്ങി, മോള് ഭയങ്കര സന്തോഷത്തിൽ. അവിടെ നിന്ന് നമുക്ക് ഔട്ട് സൈഡിലോട്ട് പോകാനൊരു പാത്ത് കണ്ട് അതിലെങ്ങനെ ഇറങ്ങി വരും. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. കാരണം ഇങ്ങനെയാണ് ഫുള്ള് സെറ്റ്, ഈ ഒരു ടൈപ്പിൽ സെറ്റ് ചെയ്തിട്ടേക്കാണ് അവർ. അപ്പോൾ നമ്മൾ മാംഗ്രോവിലോട്ട് പോകാനുള്ള ആ ഒരു വഴിയിലാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു വലിയൊരു കുളം പോലെ ഒരിത്. അതിനകത്ത് ഫിഷസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നപ്പം അവിടെ നിന്ന് ഒരാളിങ്ങനെ ഇഴഞ്ഞു വരുന്നുണ്ട്. അവിടെ നിന്ന് വലിയൊരാമ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലെറ്റ്യൂസും കോളിഫ്ലവറും ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട്, ആ ഒരു പോണ്ടിനകത്ത്. കണ്ട് വലിയ ഫിഷസ്, ചെറുത് മുതൽ വലിയ ഫിഷസ് എല്ലാം ഉണ്ട് അതിനകത്തിൽ. നല്ല ക്ലിയർ വാട്ടറാണത്. അതുകൊണ്ട് ആ ടോർട്ടോയ്സ് വരുന്നുണ്ട്, ആ ആമ വരുന്നുണ്ട്. അതാ എനിക്ക് ആ ഇല എടുക്കാൻ വരുവാണ്. കണ്ട ആ ഇല എടുത്ത് ഫുഡ് കഴിക്കുന്നത് എന്ത് ഭംഗിയുണ്ടല്ലേ. അതിന് തല താഴെ ഇട്ടിട്ടാണ് അത് ഫുഡ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആമ ഫുഡ് കഴിക്കുന്നത് കാണുന്നത് ഇങ്ങനെ. അവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ ചെറിയ ചെറിയ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടാങ്ക്സ് പോലെ. അതിനകത്തും ഫിഷസ് ഉണ്ട്. ഇതിനകത്തും കിടപ്പുണ്ട്, കണ്ട് 2 എണ്ണം. എല്ലാം വലിയ വലിയ മീനുകളാണ് അതിനകത്തെല്ലാം ഉള്ളത്. പിന്നെ അടുത്തതിൻ്റെ അപ്പുറത്തൊരെണ്ണമുണ്ട്. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാം, കാരണം ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വരുമ്പോൾ ഇങ്ങനൊരു ഇതാണ് കാണുന്നത്. അവർക്കിപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായത്. എന്ത് ഭംഗിയുണ്ടല്ലേ. അത് പാർക്ക് ഏരിയ ആണ്, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, കാരണം നമ്മൾ ഈവനിങ് ആണ് പോയത്. അപ്പോൾ 6:30 അവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോഴേ അവർ പറഞ്ഞ് 20 മിനിറ്റ്സും കൂടെ ഉള്ളൂ, പെട്ടെന്ന് പോയി കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പോയത്. അവിടെ ആണെങ്കിൽ ക്രാബ്, സ്നേക്കൊക്കെ പോലെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെയുള്ള പാർക്ക് പോലെ സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മളിങ്ങനെ ഉണ്ട്, ഓരോ ആൾക്കാരൊക്കെ നടക്കുക, അങ്ങനെ ദൂരെ പോകണം. ഇങ്ങനെ നടന്നു. ഞാൻ വിചാരിച്ചു അവിടെ ക്ലോസ് ആയി, ഇനി അങ്ങോട്ടൊന്നും ഇല്ലെന്ന്. കാരണം അവിടെ ഒരു ഡോറ് മാത്രമാണ് കണ്ടത്. പിന്നെ ആ ഡോറ് നമുക്ക് തുറക്കാവൊന്നും അറിഞ്ഞുകൂടില്ല. അപ്പോഴാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടത്, കോസ്റ്റൽ ബേർഡ് എന്നും പറഞ്ഞിട്ട്. നമ്മൾ തുറന്ന് അതിനകത്ത് കയറി. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ബേർഡ്സിൻ്റെ ഉണ്ടായിരുന്നു, കുറച്ച് ബേർഡ്സ്, കോസ്റ്റൽ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു, സീകളും ഒക്കെ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു.
ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഇത് കണ്ടു, അത് കിങ് ഫിഷറിൻ്റെ ആയിരുന്നു. കിങ് ഫിഷർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് കയറി അത് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 വിൻഡോ പോലെ ഇത് കണ്ട് അവിടെ ആ മൂലയ്ക്ക് ആ ഇതിൻ്റെ അവിടെ കിങ് ഫിഷർ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നോക്കി 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 വന്നപ്പം ഇപ്പുറത്തെ ഗ്ലാസ്സിൽ കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു കുളക്കോഴി നടക്കുന്നുണ്ട്, കണ്ടോ? പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലുണ്ട്, ഇവിടെ ഒരു കിങ് ഫിഷർ ഹൗസ് മൂലയ്ക്ക് ഇരിപ്പുണ്ട് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ 2 അതിനകത്ത് നമ്മൾ കണ്ടുള്ളൂ, 2 കിങ് ഫിഷറിനെ മാത്രമേ കണ്ടുള്ളൂ. അവിടെ നിന്ന് നമ്മളിറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ വരുന്ന ഒരു പാലം കയറാൻ വേണ്ടിയിട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ആ പാലത്തിലൊക്കെ. പക്ഷെ കൂടുതലും ഞാനവിടെ കണ്ടത് ഒരു 80% മലയാളീസ് ആയിരുന്നു. ഇതാണ് ആ പാലം. അവിടെ അവർ രണ്ടുകൂടെ എന്തോ ഒരു കിളിയെ കണ്ടിട്ട് അതിനെ നോക്കി നിൽക്കുകയാണ്. ആ പാലത്തിൻ്റെ താഴെ മറ്റേ ചതുപ്പ് പോലെയാണ്, ചള്ളയും വെള്ളം നമുക്കധികം കാണാനില്ല. ഒരു സൈഡിൽ മാത്രമേ വെള്ളം കാണൂ, ബാക്കി മറ്റേ ചതുപ്പ് പോലെ. ബേർഡ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് താഴോട്ട് പോകാത്ത രീതിയിൽ അങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് കണ്ടൽക്കാടുകൾ. 2 സൈഡിലും ഇങ്ങനെ തന്നെയാണ്, അവിടെ വരെ ഇങ്ങനെ ഈ ഒരു ഇതിൽ ഇങ്ങനെ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ സൺഡേ ആണ് പോയത്, സൺഡേ ഈവനിങ് ആണ് പോയത്. നമുക്ക് ഇത്രയും മരുഭൂമിയായിട്ടുള്ള ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് എന്ത് ഭംഗിയായിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ, നമുക്ക് നടന്നിട്ട് ഇരിക്കാൻ, എല്ലായിടത്തും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു മോള്. ഇത് നമുക്ക് അവിടെ ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഹട്ട് പോലെ ഉണ്ട്. നമ്മൾ കിങ് ഫിഷറിനൊക്കെ കണ്ട പോലെ ഒരു ഹട്ട് പോലെ. അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ, പക്ഷേ ബേർഡ്സ് ഉള്ള സമയത്താണ് രസമായിരിക്കും. ബേർഡ്സ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ബേർഡ്സിനെ ഒന്നും കാണാൻ പറ്റില്ല, അങ്ങ് ദൂരെ 1-2 ബേർഡ്സ് ഇരിക്കുന്നതേ ഉള്ളായിരുന്നു. അല്ലാതെ ബേർഡ്സിനെ ഒന്നും കാണാൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ 2 ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ഒന്ന് ഈ മാംഗ്രോവ് നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരെണ്ണം ഉണ്ട്, അതിന് തൊട്ടിപ്പുറത്തും ഉണ്ട്. ഈ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുന്നവരവിടെ എഴുതി വെച്ചേക്കുന്നു. പക്ഷെ നമുക്കൊന്നിനെയും കാണാൻ പറ്റിയില്ല. 2 എണ്ണം അങ്ങ് ദൂരെ നിൽക്കുന്നത് കാണാനേ പറ്റിയുള്ളൂ, അല്ലാതെ അടുത്തൊന്നും ഒന്നിനെയും കണ്ടില്ല. അപ്പോൾ നല്ലൊരു ഞാൻ നമുക്കവിടെ ഇപ്പോൾ കുറച്ചുകൂടെ നേരത്തെ പോയിരുന്നെങ്കിൽ നമുക്ക് ടൈം ഇല്ലാതായി. ഇപ്പോൾ അവിടെ പോയി ഒന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയേന്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരിക്കാൻ എന്ത് രസമല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ മാടത്ത, മൈന, അതിനെയൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ, ഈ മരങ്ങളുടെ ഇടയ്ക്കൊക്കെ ബേർഡ്സും ഉണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. കൽബ മാംഗ്രോവ് ഫോറസ്റ്റ് സെൻറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മാംഗ്രോവ് സെൻറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കിത് കിട്ടും ലൊക്കേഷൻ. അവിടെ പോകുക. അഡൽസിന് 15 റുപ്പീസാണ് എൻട്രി ഫീസ് വരുന്നത്. കിഡ്സിന് ഫ്രീ ആണ്. 12 ഇയേഴ്സിന് അണ്ടർ ഫ്രീ ആണ്. അവിടെ പാർക്കിങ്ങും